ജനുവരി 5 ഇന്ന് പറയാൻ സുപ്രധാനമായൊരു ബ്രേക്കിംഗ് ആശ്വാസ വാർത്തയുണ്ട്. നാട്ടിൽ 6 മാസം കഴിഞ്ഞിട്ടും തുടരേണ്ടി വരുന്ന ആളുകൾക്ക് ഡിസംബർ 31 ശേഷം വരാൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ള ആശങ്ക ഇനി വേണ്ട. ഇന്ന് ഫ്ലൈ ദുബായ് അനൗൺസ് ചെയ്തിരിക്കുന്നു. മാർച്ച് 31 നിങ്ങൾ വന്നാൽ മതി, കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഫ്ലൈ ദുബായ് അറിയിച്ചിരിക്കുന്നു. ഇത് എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. 2021 മാർച്ച് 31 വരെ സമയം കിട്ടിയിരിക്കുന്നു. 2 കാര്യങ്ങൾ. ഒന്ന്, വിസ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. 6 മാസം കഴിഞ്ഞ ആളുകളാണെങ്കിലും ഈ 180 ദിവസം കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റില്ല എന്നുള്ള ധാരണയാണ് പെട്ടെന്ന് മാറിയിരിക്കുന്നത്. നേരത്തെ അവസരം കൊടുത്തിരുന്നു ഡിസംബർ 31 വരെ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് മുതൽ എടുത്തിട്ടില്ല. ഏതായാലും ഇപ്പോൾ ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് ആശ്വാസം നിറഞ്ഞ വർത്തമാനമാണ് ഫ്ലൈ ദുബായിൽ നിന്ന് ആദ്യമേ അറിയിക്കുന്നത്. GDRFA അപ്രൂവൽ ഉണ്ടായിരിക്കണം ദുബായ്ക്കാരാണെങ്കിൽ. മറ്റുള്ള 6 എമിറേറ്റുകളിലെയും വിസയാണെങ്കിൽ ICA അപ്രൂവൽ ഉണ്ടായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയും ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഇതൊന്നുമില്ലാതെയും ആളുകൾ വന്നിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസും ഇങ്ങനെ കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന കാര്യം തങ്ങളുടെ ട്വിറ്റർ വഴി അറിയിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈ ദുബായ് ആയി, എയർ ഇന്ത്യ എക്സ്പ്രസ് ആയി ദുബായിലേക്ക്. അപ്പോൾ പിന്നെ എയർ അറേബ്യ മാറി നിൽക്കുമോ? എയർ അറേബ്യ ഇന്നും ആളുകളെ വീണ്ടും കൊണ്ടുവരാൻ തുടങ്ങി എന്ന് ഞങ്ങൾ അനൌദ്യോഗികമായി അറിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് എയർ അറേബ്യയുടെ വാർത്താക്കുറിപ്പൊന്നും ഈ ഫ്ലൈ ദുബായുടേതുപോലെ കിട്ടിയിട്ടില്ല. എങ്കിലും ആളുകൾ ഇന്നും നാട്ടിൽ നിന്ന് ബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞുറപ്പിച്ച രൂപത്തിൽ തന്നെ വലിയ കൊട്ടിക്കോഷങ്ങളില്ലാതെ വരുന്നവർക്ക് വരാമെന്ന സാഹചര്യമാണ് എന്ന കാര്യം മനസ്സിലാക്കണം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം. ആശ്വാസമായില്ലേ? എത്ര ആളുകൾ, 100 കണക്കിന് ആളുകളാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വിസ ഞങ്ങൾ നാട്ടിൽ 6 മാസം കഴിഞ്ഞു പോയി, ഇനി എങ്ങനെ വരാൻ പറ്റും, ക്യാൻസൽ ആകുമോ? ആ അസ്വസ്ഥതയുടെ 5 ദിനങ്ങൾ ഇന്നിതാ കഴിയുമ്പോൾ ആശ്വാസത്തിന്റെ വർത്തമാനം എത്തിയിരിക്കുകയാണ്. ഫ്ലൈ ദുബായ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഒപ്പം എയർ അറേബ്യ. അനൗപചാരികമായി ഞങ്ങൾ പറയുന്നു, ആളുകൾ കയറിയവരുണ്ട്. അപ്പോൾ വന്നിറങ്ങുമല്ലോ, വന്നിറക്കി വിടുമല്ലോ. അപ്പോൾ ഈ അപ്രൂവൽ കൂടി കിട്ടുമോ എന്ന് നോക്കുക. GDRFA വേണമെന്ന് ഔപചാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതില്ലാത്തവരെയും കൊണ്ടുവന്ന ചരിത്രമുണ്ട് എന്നുള്ള കാര്യം പറയുക. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. UAE കോവിഡ് ചരിത്രത്തിലെ പ്രതിദിന രോഗബാധയുടെ എണ്ണത്തിൽ ഏറ്റവും കൂടിയ എണ്ണം പ്രകടമാക്കിയ ദിവസം ഇന്ന് ഈ ജനുവരി 5. 1967 കേസുകൾ. രോഗമോചനവും അതുപോലെയുണ്ട്, 1866. 3 പേർ മരിക്കുകയും ചെയ്തു. മൊത്തം മരണസംഖ്യ 685 22,693 ആളുകൾ ഇപ്പോൾ ആക്റ്റീവായി കഴിയുന്നു. 1,53,000 പരം ടെസ്റ്റുകൾ ഇന്നലെ നടത്തി. മൊത്തം 21.5 മില്യൺ ടെസ്റ്റുകൾ നടത്തിയ രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ദുബായ് ഹെൽത്ത് അതോറിറ്റി പറയുന്നൊരു കാര്യം ശ്രദ്ധയോടുകൂടി കേൾക്കുകയും വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും വേണം. അത്യാവശ്യ കാര്യമാണത്. ഇനി ഒരു പിഴ കൊടുക്കാൻ ഇടവരരുത് എന്നുള്ളത് കൊണ്ടാണ് ദുബായ് വാർത്ത ഇക്കാര്യം ഈ ജനുവരി 5 സൂചിപ്പിക്കുന്നത്. DHA പറയുന്നു, ദുബായിൽ ഒരു പോസിറ്റീവ് കേസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നയാൾ, ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നയാൾ നിർബന്ധമായും 10 ദിവസത്തെ ക്വാറന്റൈൻ അനുഷ്ഠിക്കണം. ഇതൊരു പുതിയ നിയമം പോലെ കരുതേണ്ട വിഷയമാണ്. ഇത്രയും നാൾ പല വിധത്തിലുള്ള ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലോസ് കോണ്ടാക്റ്റിനെ കണ്ടെത്തി ഒരാൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളതിന്റെ രേഖ നോക്കി ആപ്പ് വഴി സ്മാർട്ടായിട്ട് ആളെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന കാര്യം ഉറപ്പാണ്. ശിക്ഷ വാങ്ങാതിരിക്കാൻ, പിഴ കിട്ടാതിരിക്കാൻ നിർബന്ധമായും ക്വാറന്റൈൻ 10 ദിവസം അനുഷ്ഠിക്കണം എന്ന് പറയുന്ന DHAയുടെ പുതിയ റൂൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ആരാണ് ഈ ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നവർ, അടുത്ത സമ്പർക്കം പുലർത്തി എന്ന് പറയുന്നവരാരൊക്കെ? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതിന്റെ നിർവചനം ഇതാണ്: ഒരാൾ ടെസ്റ്റിന് വേണ്ടി സ്വാബ് കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ സ്വാബ് കൊടുത്ത ശേഷം ടെസ്റ്റ് റിസൾട്ട് കിട്ടി പോസിറ്റീവാണെന്ന് അറിഞ്ഞിട്ട് 14 ദിവസം വരെ ഉള്ള കാലയളവിൽ അദ്ദേഹത്തിന്റെ അടുത്ത് 2 മീറ്റർ അകലത്തിനിടയിൽ വന്നിരുന്ന് 15
മിനിറ്റിലധികം സമയം ചെലവഴിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ക്ലോസ് കോണ്ടാക്റ്റ് ആണ്. ഇനി ഇത് ആവർത്തിക്കുന്നില്ല. ഇതാണ് അതിന്റെ പ്രാഥമികമായ നിയമം. രണ്ടാമത്തെ വിഷയം, നിങ്ങൾ ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണോ, ക്ലോസ് കോണ്ടാക്റ്റ് ആണ്, അപ്പുറത്തെ റൂമാണ് ഇപ്പുറത്തെ റൂമാണ്, ഞാൻ ആ റൂമിൽ പോയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ക്ലോസ് കോണ്ടാക്റ്റിലായി നിങ്ങൾ 10 ദിവസം ക്വാറന്റൈൻ അനുഷ്ഠിക്കണം, പുറത്തിറങ്ങരുത്. മറ്റൊന്ന്, നിങ്ങൾ PPE കിറ്റൊന്നുമില്ലാതെ ഒരു രോഗിയെ പരിചരിച്ചു എന്ന് കൂട്ടിക്കൊള്ളൂ. എങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ ഒരാളെ പരിചരിച്ചു, ആ ആൾക്ക് കോവിഡ് ആണെന്ന് മനസ്സിലായി എങ്കിൽ നിങ്ങൾ ക്ലോസ് കോണ്ടാക്റ്റായി മാറി 10 ദിവസത്തെ ക്വാറന്റൈൻ അനുഷ്ഠിച്ചേ പറ്റൂ എന്ന കാര്യം തിരിച്ചറിയണം. 8% വാക്സിനേഷൻ UAE പൂർത്തിയാക്കി. ഏതാണ്ട് 8.25 ലക്ഷത്തിലധികം ആളുകളെ ഇതിനകം വാക്സിനേറ്റ് ചെയ്തു. ഒന്നാമത്തെ ഡോസെങ്കിലും കഴിഞ്ഞു. 47,000 ഒരു ദിവസം നടത്താനുള്ള കപ്പാസിറ്റിയിൽ ഇപ്പോൾ പോവുകയാണ് UAE. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. സക്സസ് റേറ്റ് 100% തന്നെയാണ്. ഒരു സൈഡ് എഫക്റ്റും ഇതുവരെ വന്നിട്ടില്ല UAE കൊടുത്തുകൊണ്ടിരിക്കുന്ന വാക്സിനിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വദേശികൾക്കും വിദേശികൾക്കും ഫ്രീ ആണ്. 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കുമെന്ന് പറയുകയാണ്. ആദ്യത്തെ 3 മാസം കൊണ്ട് തന്നെ മാർച്ച് 31 മുമ്പ് UAE പകുതി ജനസംഖ്യയ്ക്കും ഏതാണ്ട് 5 മില്യൺ ആളുകൾക്കും ഈ വാക്സിൻ എത്തിക്കാൻ വേണ്ടി മികച്ച രീതിയിൽ ആസൂത്രണവുമായി സൗജന്യമായി കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ദുബായിൽ രണ്ടും കിട്ടും, ഫൈസറും കിട്ടും, സിനോഫാമും കിട്ടും വാക്സിൻ. ചൈനയുടെയും ഫൈസറിന്റെയും കിട്ടും. മറ്റുള്ള എമിറേറ്റുകളിൽ ഫൈസർ അല്ല കിട്ടുന്നത്, സിനോഫാമാണ്, ചൈനയുടേതാണ്. രണ്ടാണെങ്കിലും ഒരു കുഴപ്പവും സൈഡ് എഫക്റ്റും ഇതുവരെ ആർക്കുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അബുദാബിയിലേക്കുള്ള എൻട്രി സംബന്ധിച്ചുള്ള പുതിയ കാര്യം കൂടി ഓർമ്മിച്ചോളണം. വാക്സിൻ എടുത്തു എനിക്ക് പോകാമല്ലോ എന്ന് കരുതുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഒത്തിരി ആളുകൾ ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ടല്ലോ. വാക്സിന്റെ 2ാമത്തെ ഡോസ് എടുത്തിട്ട് 28 ദിവസം കഴിഞ്ഞിട്ട് ഒരു PCR ടെസ്റ്റ് എടുത്തിട്ട് നെഗറ്റീവ് ആണെന്ന് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ട് അബുദാബിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് PCR ടെസ്റ്റ് ഒന്നും എടുക്കേണ്ടതില്ല. മനസ്സിലായല്ലോ? ആദ്യത്തെ ഡോസ് എടുത്തിട്ട് പിന്നെ 21 ദിവസം കഴിയണം 2ാമത്തെ ഡോസ് എടുക്കാൻ. 2ാമത്തെ ഡോസ് ആയാൽ കംപ്ലീറ്റ് ആയി. 2ാമത്തെ ഡോസ് കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞിട്ടൊരു PCR ടെസ്റ്റ് എടുക്കണം. അത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അബുദാബിയിൽ പ്രവേശിച്ചാൽ പിന്നീട് അബുദാബിക്ക് പ്രവേശിക്കാൻ PCR എടുക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് നിലവിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന മാറ്റം. ഒരു കാര്യം കൂടിയുണ്ട്, അൽഹുസൻ ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തപ്പെടും എന്ന് ഓർമ്മിക്കണം. ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാർ 14 ദിവസത്തിലൊരിക്കൽ PCR ടെസ്റ്റ് എടുത്തിരിക്കണം അവരവരുടെ സ്വന്തം ചെലവിൽ എന്ന പുതിയ നിയമം ഇന്ന് ഫെഡറൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ജനുവരി 17 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. വാക്സിൻ എടുത്തവർക്ക് ഈ പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമായി ഇതിൽ നിന്നൊഴിയാം. വാക്സിൻ എടുക്കണ്ട എന്ന് ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ നിന്നൊഴിയാം. ഉദാഹരണത്തിന് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ വേണ്ട, ഗർഭിണികൾ വാക്സിൻ വേണ്ട, വിലയൂട്ടുന്ന അമ്മമാർ വാക്സിൻ വേണ്ട, മറ്റേതെങ്കിലും പ്രത്യേക പരിഗണനയുള്ളവർ വാക്സിൻ വേണ്ട എന്ന ഗണത്തിലാണെങ്കിൽ ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം, അവർക്കും വേണ്ട ഈ 14 ദിവസത്തിലൊരിക്കൽ. അല്ലാത്തവർക്കൊക്കെ വേണം എന്ന കാര്യം. ഇനി കോൺട്രാക്ട് ജീവനക്കാർക്കാണെങ്കിലോ ഗവൺമെന്റിന് വേണ്ടി സർവീസ് ചെയ്യുന്നവർ അവർക്കും വേണം. ഇതൊക്കെ ബാധകമാണ്. കമ്പനി ചിലവിൽ PCR ടെസ്റ്റ് എടുക്കണം. വാക്സിൻ എടുത്തവർക്കാണെങ്കിൽ പിന്നീട് PCR വേണ്ട എന്ന പൊതു നിയമം പ്രാബല്യത്തിലുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം ഒരുപാട് ആളുകളെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഇടപെടുത്താൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഷാർജ കേന്ദ്രീകരിച്ചുകൊണ്ട് റിക്രൂട്ട്മെന്റ് മാഫിയ സജീവമായി പ്രവർത്തിക്കുകയാണ്. ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. കുറെ പാകിസ്ഥാൻ സ്വദേശികളും കുറെ അറബ് വംശജരും ഇതിനു വേണ്ടി മുൻപന്തി നിന്നുകൊണ്ട് മലയാളികളെ പിഴിയുകയാണ്. നമ്മളാണ് ഏറ്റവും സമർത്ഥരെന്നാണ് ഇക്കാര്യത്തിൽ വിചാരിക്കുന്നത്. പക്ഷേ 210 വെച്ച് ഓരോ മലയാളിയുടെ കയ്യിൽ നിന്നും തൊഴിൽ അന്വേഷകരുടെ കയ്യിൽ നിന്നും ഈ റാക്കറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓൺലൈനിൽ പരസ്യം കൊടുക്കും, ഒത്തിരി ഒഴിവുണ്ടെന്ന് പറഞ്ഞ്. വിസിറ്റ് വിസയിൽ വന്ന് നമ്മുടെ ആളുകൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഷാർജയിൽ ഇനി പറയാൻ പോകുന്ന ചില ഓഫീസുകളിൽ അവർ വിളിപ്പിക്കും. ഇന്റർവ്യൂ പോലെ പ്രാഥമികമായിട്ടെല്ലാം ചെക്ക് ചെയ്യും. നിങ്ങൾ യോഗ്യരാണെന്നും യോഗ്യതയുണ്ടെന്നും പറയും. നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങൾ വിചാരിക്കുന്നത് 2000, 3000, 4000 ഒന്നും അല്ല, അതിനപ്പുറം കിട്ടും എന്ന് പറയും. അക്കോമഡേഷൻ തന്നാൽ സ്വീകരിക്കില്ലേ എന്ന് ചോദിക്കും. ഫുഡിന്റെ അലവൻസ് കൊണ്ട് എടുക്കുമല്ലോ എന്ന് ചോദിക്കും. നിങ്ങൾക്ക്
നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഈ കാശ് 210 ഞങ്ങൾ തിരിച്ചു തരും, ഗ്യാരണ്ടിയായ ഒരു റീഫണ്ട് ചെയ്യാൻ വേണ്ടി മാത്രം 210 വെക്കൂ എന്ന് പറയും. എന്നിട്ട് ഇവർ തന്നെ ഇവരുടെ സംഘബലത്തിലുള്ള മറ്റു ചില കമ്പനികളുമായി ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് ഇന്റർവ്യൂ വ്യാജമായി നടത്തിപ്പിക്കും. ടാക്സി എടുത്തൊക്കെ ഈ പാവപ്പെട്ട ആളുകൾ വളരെ ദൂരെയുള്ള ചില ഓഫീസുകളിൽ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. 2 ആഴ്ച കഴിഞ്ഞും 1 മാസം കഴിഞ്ഞും റിസൾട്ട് അറിയിക്കുമെന്ന് പറയും. അതും പ്രതീക്ഷിച്ച് പാവങ്ങൾ കാത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് വിസയുടെ കാലാവധി കഴിയുമ്പോൾ ഈ ഓഫീസ് തിരക്കി പിടിച്ചു വന്ന് 210 തിരിച്ചു വാങ്ങാൻ ആരും നിൽക്കില്ല. അങ്ങനെ വാങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളുടെ 210 ഈ റാക്കറ്റിന്റെ ലാഭമായി മാറുന്നത്. പക്ഷേ ചില മലയാളികൾ അവിടെ പോയി പ്രശ്നമുണ്ടാക്കി പോലീസിനെ കൊണ്ടുപോയി 210 വെച്ച് തിരിച്ചു വാങ്ങി പോകുന്ന സന്ദർഭങ്ങളുമുണ്ട്. 28 വർഷമായി ഷാർജയിലുള്ള ഇത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവേഷണ ബുദ്ധിയ ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകനായ മിസ്റ്റർ ഖാലിദ് ഇറങ്ങി വന്ന് ഇപ്പോൾ നിരവധി ആളുകൾക്ക് കാശ് വാങ്ങിക്കൊടുത്തു പോലീസിന്റെ സഹായത്തോടു കൂടി. ഖാലിദിന്റെ നമ്പർ ഒന്ന് എഴുതി വെച്ചോളൂ, 056-694-8375. ഇതിൽ പെട്ടുപോയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്, അതിൽ മലയാളികളുണ്ട്. അവർക്ക് ഖാലിദുമായി കോൺടാക്ട് ചെയ്താൽ ഈ കാശ് എങ്ങനെ തിരിച്ചു കിട്ടാൻ പറ്റും എന്ന് പറയും. അതുപോലെ ഈ ചില ഓഫീസുകളുടെ ലൊക്കേഷൻ ഞങ്ങളൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, ഷാർജ ബസ് സ്റ്റേഷന്റെ അടുത്തുള്ള ഷാർജ ടവർ, മത്സ്യചന്തയിലേക്ക് പോകുന്ന വഴിക്ക് വലതുവശത്തുള്ള ബസ് സ്റ്റേഷന് അടുത്തുള്ള അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നു. ഷാർജയിൽ ഈ കിങ് ഫൈസൽ റോഡിന്റെ അടുത്ത് ഇത്തിഹാദ് പാർക്ക് ഉണ്ടല്ലോ, സൗദി പള്ളി എന്ന് പറയുന്ന അതിന്റെ അടുത്ത്, അവിടെയാണ് ദുബായ് ഇസ്ലാമിക് ബാങ്കിന്റെ വലിയ കെട്ടിടമുണ്ടല്ലോ, അതിന്റെ മുകളിൽ 3ാമത്തെ നിലയിൽ ഈ റാക്കറ്റ് ഉണ്ട്. പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ഡമാസ് ബിൽഡിംഗ്, പഴയ ബുർജ് 2000, ആ ബിൽഡിംഗിലെ 3ാമത്തെ നിലയിൽ ഉണ്ട് ഈ റാക്കറ്റ്. ഇമിഗ്രേഷൻ റോഡിൽ ഫലാഫിൽ കഫ്റ്റീരിയ എന്ന് പറയുന്ന അതിന്റെ മുകളിൽ 2nd ഫ്ലോറിലുണ്ട്. ഗസാബോ കാമത്ത് റെസ്റ്റോറന്റുകളുള്ള കിങ് ഫൈസൽ റോഡ് ഉണ്ടല്ലോ, അവിടെ ആ ബിൽഡിംഗിന്റെ 1ാമത്തെ നിലയിലുണ്ട്. ഇവിടെയൊക്കെ ഈ ആളുകൾ റാക്കറ്റ് പ്രവർത്തിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു ദുബായ് വാർത്ത, നിങ്ങൾക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടി ഇന്റർവ്യൂവിന് പോകുന്നതിൽ ഒരു തെറ്റുമില്ല എവിടെയും. പക്ഷേ നിങ്ങൾക്ക് ജോലി കിട്ടും, ഒരു കാശ് ഇവിടെ ഇപ്പോൾ അടയ്ക്കൂ ഫീസായിട്ട് എന്ന് പറയുന്ന ആളുകളെ സംശയിക്കാൻ ശീലിക്കുക. അത് മാത്രമാണ് പറയുന്നത്, സംശയിക്കാൻ ശീലിക്കുക. ഒരു ചില്ലി കാശ് കൊടുക്കരുത്. ജോലി കിട്ടാനുള്ള കാശ് കൊടുക്കാതെ അർഹതപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. 1950 മുതൽ സജീവമായി മലയാളിയുടെ കുടിയേറ്റം നടക്കുന്ന ഈ പ്രദേശത്ത് കാശ് കൊടുത്തിട്ടല്ല ഈ സാമ്രാജ്യങ്ങളൊക്കെ കെട്ടിപ്പൊക്കാൻ പാകത്തിലുള്ള ആദ്യത്തെ തൊഴിൽ മലയാളി സ്വന്തമാക്കിയെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പുതിയതായിട്ട് വരുന്ന ബുദ്ധിയുണ്ടെന്ന് ധരിക്കുന്ന പുതിയ തലമുറ ഈ 210 കൊടുക്കരുത്. ഒരുപാട് പേർ കൊടുക്കുന്നു എന്നറിയുകയാണ്. മാത്രമല്ല, ഇവിടെ നിന്നിട്ട് ജോലി നഷ്ടപ്പെട്ട ആളുകളിൽ നിന്നവർ 210 ചോദിക്കുന്നുമില്ല. വിസിറ്റ് വിസയിൽ വന്ന് ഫ്രഷ് ആണെന്ന് ഉറപ്പാണെങ്കിൽ ഇയാളെ പറ്റിക്കാൻ പറ്റും എന്ന് കരുതിയിട്ടാണ് ഈ ചെയ്യുന്നത്. മാത്രമല്ല, 1 മാസം 2 മാസം 2.5 മാസം ഒക്കെ കഴിഞ്ഞ ആളുകളിൽ നിന്നാണ് കൂടുതലായിട്ട് ഇങ്ങനെ വാങ്ങുന്നതും വ്യാജ ഉറപ്പ് നൽകുന്നതും. അൽ ഉലാ സ്റ്റേറ്റ്മെന്റ് ലോകം മുഴുവനും ഇപ്പോൾ പ്രകമ്പനം കൊള്ളുകയാണ്. 6 GCC രാജ്യങ്ങളും ഒറ്റക്കെട്ടാണ് ഐക്യദാർഢ്യ കരാർ ഒപ്പിട്ടു. സൗദിക്ക് പിന്നാലെ യുഎഇയും ബഹ്റിനും സ്വാഭാവികമായും ഖത്തറുമായിട്ടുള്ള ഇത്രനാൾ 3.5 വർഷം നിലനിന്നിരുന്ന മരവിപ്പ് അവസാനിപ്പിക്കുകയാണ്. ഏതായാലും അങ്ങനെ ഒരു വലിയ മുന്നേറ്റമുണ്ടായി. എല്ലാവരും യോഗത്തിൽ അമേരിക്കയ്ക്കും കുവൈറ്റിനും പ്രത്യേക നന്ദി പ്രകാശിപ്പിച്ചു. ഈ ഒരു മധ്യസ്ഥ ശ്രമം നടത്തി വിജയത്തിൽ എത്തിച്ചതിന്. ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് പറയുന്നു, സാഹോദര്യത്തിന്റെ യാത്രയാണ്, ജനകീയതയുടെ മഹത്വമാണ് എന്ന് ട്വിറ്ററിൽ കുറിച്ചിരിക്കുകയാണ്. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദിനെ ആശ്ലേഷിച്ച് കൂട്ടിക്കൊണ്ടുപോയി അവസാനം ഇന്ന് വൈകുന്നേരം അല്ലുല പട്ടണത്തിന്റെ ചരിത്ര സൗന്ദര്യം വരെ കാണിച്ചു കൊടുത്ത് വളരെയധികം ഇനി വേർപിരിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളായി മാറുകയാണ്. ഇതാണ് കാലം കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം. ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് 6 രാജ്യങ്ങളും ഐക്യദാർഢ്യ പ്രതിജ്ഞയിൽ പറഞ്ഞിട്ടുണ്ട്. ദുബായിയുടെ എയർ ക്വാളിറ്റി ഗംഭീരമായി വരികയാണ്. 2019 എത്രയായിരുന്നു അതിനേക്കാൾ 17.7% കൂടിയിട്ടുണ്ട് 2020 എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അൽത്വാർ സെന്ററിലെ ECH എന്ന കമ്പനി, മിസ്റ്റർ ഇക്ബാൽ മാർക്കൂണി നയിക്കുന്ന ECH 500 ദിർഹം ന്യൂ ഇയർ സമ്മാനമായി നൽകും നിങ്ങളുടെ ഷോപ്പിങ്ങിന്, ഇഷ്ടമുള്ള സാധനം വാങ്ങുന്നതിന് എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങൾക്ക് ECH എന്നെഴുതി ഇങ്ങോട്ട് അയച്ചു. ആ ഒരാൾക്ക് സമ്മാനം വിജയി പ്രഖ്യാപിക്കാൻ പോവുകയാണ്.
ECHന്റെ വിജയി ജയ കൃഷ്ണൻ, ഫേസ്ബുക്കിന്റെ ഓട്ടോമാറ്റിക് വിന്നർ സെലക്ഷൻ മെത്തേഡ് വഴി എടുത്തിരിക്കുന്ന ജയ കൃഷ്ണൻ. ഞങ്ങളുടെ കയ്യിൽ നമ്പറില്ല. ജയ കൃഷ്ണൻ ഇത് കാണുന്നെങ്കിൽ കേൾക്കുന്നെങ്കിൽ ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് വന്ന് നമ്പർ തരണം. അടുത്ത ദിവസം ECHൽ നിന്നോ ഞങ്ങളുടെ ഭാഗത്തു നിന്നോ കോൺടാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വാട്സപ്പ് നമ്പർ തരാം. ദുബായ് വാർത്തയുടെ 055-700-2876 055-700-2876. ഇതാണ് ദുബായ് വാർത്തയുടെ ഔപചാരികമായിട്ടുള്ള വാട്സപ്പ് നമ്പർ. വാർത്തകളോ പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് അയക്കാം. ECHന്റെ വിജയിക്കും ഇതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ നമ്പറിൽ നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ഇൻബോക്സിലേക്ക് വരും. ഈ UAE BCCIക്ക് വീണ്ടും ഇഷ്ടമായി വരികയാണ്. അടുത്ത IPL ഇവിടെ തന്നെ നടത്തണം എന്ന രൂപത്തിൽ കാര്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മിക്കവാറും UAE നടക്കും എന്ന സാധ്യത തെളിഞ്ഞു വരികയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, അജ്മാനിൽ നിങ്ങൾ എപ്പോഴും പറയും ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്. ഈ പരമ്പരാഗത വിഭവങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമാവട്ടെ, ഒരു അസ്വസ്ഥതയാവട്ടെ, ചിലപ്പോൾ ഒരു കായോ അല്ലെങ്കിൽ ഒരു വേരോ അല്ലെങ്കിൽ ഒരു പൂക്കൾ, ഉണങ്ങിയ പൂക്കളോ വെള്ളമിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ മാറാവുന്ന എത്രയോ കാര്യങ്ങൾ അറബ് വൈദ്യത്തിലുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളുടെ വലിയ കലവറയാണ് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് അജ്മാൻ. എവിടെ നിന്നെല്ലാമാണ് അറബികളും മലയാളികളും ഒക്കെ തേടിപ്പിടിച്ച് വരുന്നത്. ഫ്രഷ് ആയിട്ടുള്ള റോസ്റ്ററിയും അങ്ങനെയുള്ള എന്തെല്ലാം ഐറ്റംസ് ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഉള്ളിലുണ്ട്. 40 വർഷത്തെ പാരമ്പര്യത്തിന്റെ ശക്തിയാണിത് അജ്മാനിലെ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നു, ന്യൂ ഇയറിന് ശേഷവും അതിശക്തമായ ഡിസ്കൗണ്ടും പ്രൊമോഷനും ഒക്കെയായി ആഡംബരമായി ഷോപ്പിംഗ് മുന്നോട്ട് പോകുന്നു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്. ഒമാനിൽ പൊതുമാപ്പ് നീട്ടിയ കാര്യം പറഞ്ഞല്ലോ. മാർച്ച് 31 വരെയുണ്ട്. ഇനിയും പോകാൻ പറ്റാത്തവർക്ക് പോകാം, സമയമുണ്ട്. ദുബായിലേക്കുള്ള ഫ്ലൈറ്റുകൾ ആരംഭിച്ചു ഒമാൻ എയർ. ഒമാനിൽ നിന്ന് ആഴ്ചയിൽ 5 ദിവസമുണ്ട്, ഇഷ്ടം പോലെ പോയി വരാം. ഇന്ന് മരണമില്ലാത്ത ദിവസം ഒമാനിൽ ലണ്ടൻ വൈറസ് വന്നിട്ട് ഒരാൾക്ക് വൈറസ് കിട്ടി, രോഗബാധയുണ്ടായി എന്നൊരു അസ്വസ്ഥത ഒമാനെ വേട്ടയാടുന്നുണ്ട്. സൗദിയിൽ 9 പേർ മരിച്ചു, UAEയിൽ 3 പേർ മരിച്ചു. ഈ 12 മരണമേ ഇന്ന് ഗൾഫിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. കുവൈറ്റിലില്ല, ഖത്തറിലില്ല, ഒമാനിലില്ല മരണസംഖ്യ. ഇന്ന് ബഹറിന്റെ കണക്ക് വന്നിട്ടില്ല. ഏതായാലും മരണമില്ലാത്ത ദിവസങ്ങൾ, രോഗബാധ കുറഞ്ഞ, ആശങ്കയില്ലാത്ത ദിവസങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ ഈ വാക്സിന്റെ സഹായത്താലും നമ്മുടെ സ്വയം മനസ്സുകൊണ്ടുണ്ടാക്കുന്ന പ്രതിരോധത്തിന്റെ ശക്തിയാലും പാലിച്ചുകൊണ്ടിരിക്കുന്ന അകലത്തിന്റെ ശക്തി കൊണ്ട് മുന്നോട്ട് പോകും. അത് ഉറച്ചു വിശ്വസിച്ചോളൂ. തൊഴിലുണ്ട്. ഇപ്പൊ ഖത്തറും കൂടി ഓപ്പണായി സൗകര്യമായിട്ട് ഒരുപാട് കമ്പനികൾക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും, ഖത്തറിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടുമൊക്കെ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സമയമായി, പ്രോഡക്റ്റുകൾ കൊണ്ടുപോകാനുള്ള കാലമായി. അതുകൊണ്ട് അവസരങ്ങൾ തൊഴിലായി, കച്ചവടമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ആരൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അങ്ങനെയൊന്നും മനസ്സ് പതറാതെ ഗൾഫിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് വരൂ. നന്ദി, നമസ്കാരം.